കഴിഞ്ഞ ദിവസം നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് പഠിച്ചു. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് വെച്ച് കണ്ടുപിടിക്കാം എന്നും നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാം എന്നാണ് കാണാൻ പോണത്. അതിനു മുന്നേ എലമെന്ററി മെട്രിക്സും എലമെന്ററി ട്രാൻസ്ഫോർമേഷനും ഡിറ്റർമിനന്റിനെ എങ്ങനെ എഫക്ട് ചെയ്യണമെന്ന് നമുക്കൊന്ന് കാണാം. സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു n ബൈ n മെട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് വിചാരിക്കാം. ഇനി ബി എന്ന മെട്രിക്സ് is obtained when a single row or single column of capital A is multiplied by a scalar k. Then determinant of B equal to k into determinant of A. അതായത് നമ്മൾ RI changes to CRIO, അവിടെ C അല്ല K ആണ്, KRIO, CJ changes to KCJ. ഇങ്ങനത്തെ ഏതെങ്കിലും ട്രാൻസ്ഫോർമേഷനാ ഉപയോഗിക്കണമെങ്കിൽ ആ ട്രാൻസ്ഫോം ചെയ്തു വരുന്ന മെട്രിക്സ് ഈക്വൽ ടു കെ ഇൻറ്റു അതിന്റെ മുന്നത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത്, ബി എന്ന മെട്രിക്സ് ഇസ് ഒബ്റ്റെയിൻഡ് when two rows or two columns of A are interchanged. Then determinant of B equal to minus determinant of A. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ RI interchanged with RJ അല്ലെങ്കിൽ CI interchanged with CJ. ഇതിലെ ഏതെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന മെട്രിക്സ് ആണ് ബി എങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് അതിന് മുന്നത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. മൂന്നാമത്തത്, ബി ഈസ് ഒബ്റ്റെയിൻഡ് when a multiple of one row or column of A is added to another row or column of A. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ നോട് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ RI ചേഞ്ചസ് ടു RI പ്ലസ് CRJ അല്ലെങ്കിൽ CI ചേഞ്ചസ് ടു CI പ്ലസ് BCJ. ഇങ്ങനത്തെ ഇതിലേതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ബി എന്ന മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ ആ ബിയുടെ ഡിറ്റർമിനന്റും ആ ട്രാൻസ്ഫോർമേഷന് മുന്നത്തെ മെട്രിക്സ് അതാണ് എ അതിന്റെ ഡിറ്റർമിനന്റും ഈക്വൽ ആയിരിക്കും. ഈ മൂന്നാമത്തെയാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇനി അടുത്തത് സ്റ്റെപ്സ് ഇൻ ഫൈൻഡിങ് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് കോളം ട്രാൻസ്ഫോർമേഷനും റോ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിക്കും. പക്ഷെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷന്റെ ഫോം എല്ലായ്പ്പോഴും ഒന്നെങ്കിൽ RI changes to RI plus CRJ അല്ലെങ്കിൽ CI changes to CI plus BCJ. ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ നമ്മൾ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ ഉപയോഗിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. ആകെ ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് മാത്രം. അതിന് കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കാരണം ബാക്കി രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ഉപയോഗിച്ചാലും ഡിറ്റർമിനന്റ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാകും. ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ട്, കാരണം അതൊരു മൾട്ടിപ്പിൾ ഓഫ് കെ ആവും. അല്ല രണ്ടാമത്തെ ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ സൈൻ ചേഞ്ച് ചെയ്യും. മൂന്നാമത്തേൽ മാത്രമാണ് നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ നമ്മൾ
ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ യൂസ് ചെയ്യാവൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അത് നമുക്ക് എഴുതാം. only use transformations of the type Ri changes to Ri plus Crj or Ci changes to Ci plus Bcj. രണ്ടാമത്തെ പോയിന്റ്, it is always better to use Ci changes to Ci plus Bcj to make 1. ഈ 1 എന്താന്ന് നമുക്കിപ്പോൾ പറയാം. നമ്മളുടെ എയിം ആദ്യം നമുക്ക് എഴുതാം. അവർ എയിം, ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി 1 ആൻഡ് ദി റെസ്റ്റ് 0. അതായത് ഫസ്റ്റ് റോന്റെ ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം, അതിന്റെ താഴത്തെല്ലാം 0 ആയിരിക്കണം. സെക്കൻഡ് റോ സെക്കൻഡ് എലമെന്റ് ഷുഡ് ബി 1 and the rest 0. അതായത് സെക്കൻഡ് റോയത്തെ സെക്കൻഡ് എലമെന്റ് 1 ആയിരിക്കണം, അതിന്റെ മുകളിലും താഴത്തും 0 ആയിരിക്കണം. കണ്ടിന്യൂ ടിൽ ലാസ്റ്റ് 2 റോസ്. ഇതേ പ്രോസസ്സ് നമ്മൾ അവസാനത്തെ 2 റോ വരെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. Example, evaluate determinant of A where A equal to 3, 5, minus 2, 6, 1, 2, minus 1, 1, 2, 4, 1, 5, 3, 7, 5, 3. ഇത് നമുക്ക് ആദ്യം നമ്മുടെ സാധാ കൺവെൻഷണൽ രീതി വെച്ചിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ സൊല്യൂഷൻ, ഞാൻ ഡിറ്റർമിനന്റ് കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് കോളം ആണ് ചെയ്യാൻ പോകുന്നത്. സൈൻ നമ്മൾ ഓർത്തിരിക്കണം. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇതായിരിക്കും നമ്മുടെ സൈൻ വരിക. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 3 ഇൻറ്റു 3ന്റെ റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ് 2 minus 1 1 4 1 5 7 5 3. അടുത്ത സൈൻ നെഗറ്റീവ് ആണ്. -1 1ന്റെ കറസ്പോണ്ടിങ് റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, ബാക്കി വരുന്ന മെട്രിക്സ് 5 -2 6 4 1 5 7 5 3 plus 2 into determinant 5 minus 2 6 2 minus 1 1 7 5 3 minus 3 determinant 5 minus 2 6 2 minus 1 1 4 1 5. ഇനി നമുക്ക് ഈ ഓരോ 3x3 മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് കാണണം. അപ്പൊ ഡിറ്റർമിനന്റ് 2 minus 1 1 4 1 5 7 5 3 equal to, ഇവിടെയും നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് കോളത്തിന്റെ രീതിയിൽ തന്നെയാണ് പോകുന്നത്. 2 ഇൻറ്റു ഡിറ്റർമിനന്റ് 1 5 5 3 minus 4 into determinant minus 1 1 5 3 plus 7 into determinant minus 1 1 1 5. This is equal to 2 into 3 minus 25 minus 4 into minus 3 minus 5 plus 7 into
minus 5 minus 1. This is equal to 2 into minus 22 minus 4 into minus 8 plus 7 into minus 6. This is equal to minus 44 plus 32 minus 42 equal to minus 54. ഇപ്പോൾ ഈ ഒരെണ്ണത്തിന്റെ ആയിട്ടുള്ളോ നമ്മൾ ഇതേപോലെ ബാക്കി മൂന്നെണ്ണത്തിന്റെയും കാണാം. അപ്പൊ നമുക്ക് കാണുമ്പോൾ നമുക്ക് കിട്ടും ഡിറ്റർമിനന്റ് 5 minus 2 6 4 1 5 7 5 3 equal to minus 78 നമുക്ക് കിട്ടും 5 minus 2 6 2 minus 1 1 7 5 3. ഇതിന്റെ വാല്യൂ നമുക്ക് 60 എന്ന് കിട്ടും. ഫൈനലി 5 minus 2 6 2 minus 1 1 4 1 5. ഇതിന്റെ വാല്യൂ നമുക്ക് 18 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം കൂടി മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ therefore determinant of A equal to 3 into minus 54 minus 1 into minus 78 plus 2 into 60 minus 3 into 18, which is equal to minus 162 plus 78 plus 120 minus 54 equal to minus 18. ഇനി നമുക്ക് എയുടെ ഡിറ്റർമിനന്റ് ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കാണാം എന്ന് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് 1 ആക്കണം, അതിന് താഴത്തുള്ളതെല്ലാം 0 ആക്കണം. പിന്നെ സെക്കൻഡ് റോ സെക്കൻഡ് എലമെന്റ് 1 ആക്കണം, അതിന്റെ താഴത്തും മുകളിലും 0 ആക്കണം. ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, സെക്കൻഡ് ലാസ്റ്റ് ലൈൻ വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എ ഈക്വൽ ടു 3 5 minus 2 6 1 2 minus 1 1 2 4 1 5 3 7 5 3. നമുക്ക് ഫസ്റ്റ് റോത്തെ ഫസ്റ്റ് എലമെന്റിനെ 1 ആക്കണം, 3നെ 1 ആക്കണം. ഞാൻ പറഞ്ഞു നമുക്ക് 1 ആക്കാൻ നമ്മൾ കോളം ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ കോളം ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് ദി ടൈപ്പ് CI changes to CI plus BCJ. അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് ഏതെങ്കിലും കോളം ഈ ഫസ്റ്റ് കോളത്തിനോട് ആഡ് ചെയ്താൽ 1 കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ ഈ 3യും ഈ -2ഉം കൂടി ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 1 കിട്ടൂലോ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ. C1 changes to C1 plus C3. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ ഇക്വാലന്റ് മെട്രിക്സ് എന്ന് പറയും. അതിന് ഉപയോഗിക്കുന്ന സൈൻ ആണിത്. ദിസ് ഇസ് ഇക്വാലന്റ് ടു C1 changes to C1 plus C3. അപ്പോൾ 3 plus minus 2 1 1 plus minus 1 0 2 plus 1 3 3 plus 5 8. ബാക്കിയെല്ലാം അതേപോലെ ഇരിക്കും. 2 4 7 minus 2 minus 1 1 5 6 1 5 3. ഇനി നമുക്ക് ചെയ്യേണ്ടത് 1ന് താഴത്തുള്ളതെല്ലാം 0 ആക്കുക. സെക്കൻഡ് റോയിൽ ഓൾറെഡി 0 ആണ്. നമുക്ക് ഇനി തേർഡ് റോയും ഫോർത്ത് റോയും ആണ് മാറ്റേണ്ടത്. അപ്പോൾ 0 ആക്കാൻ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിക്കുന്നു. R3 changes to R3 minus, R4 changes to R4 minus. R3 minus 3ന്റെ അവിടുത്തെ വാല്യൂ 3, പിന്നെ 1ന്റെ റോ R1. R4 changes to R4 minus, R4ന്റെ അവിടുത്തെ വാല്യൂ R1. അപ്പോൾ ഇവിടെ R3ലും R4ലും ആണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആദ്യത്തെ 2 റോ അതുപോലെ ഇരിക്കും. 1 5 minus 2 6 0 2 minus 1 1.
3 minus 3 into 1, 0. 4 minus 3 into 5, minus 11. 1 minus 3 into minus 2, 7. 5 minus 3 into 6, minus 13. ഇനി R4 changes to R4 minus 8 R1. അപ്പോൾ 8 minus 8 into 1, 0. 7 minus 8 into 5, minus 33. 5 minus 8 into minus 2, 21. 3 minus 8 into 6, minus 45. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ റോയത്തെ രണ്ടാമത്തെ എലമെന്റിനെ 1 ആക്കണം. അപ്പോൾ 1 ആക്കാൻ നമ്മൾ കോളത്തിന്റെ സഹായമാണ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും കോളം ഇതോടുകൂടി ആഡ് ചെയ്താൽ 1 കിട്ടുമോ നോക്കുക ആദ്യം. അപ്പോൾ നമുക്കിവിടെ ഈ തേർഡ് കോളം ആഡ് ചെയ്താൽ അവിടെ 1 കിട്ടും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ C2 മാത്രമാണ് ട്രാൻസ്ഫോർമേഷൻ. ബാക്കി 3 റോസും അൺചേഞ്ച്ഡ് ആയിരിക്കും. 1 0 0 0, minus 2 minus 1, 7 21, 6 1, minus 13, minus 45. ഇനി C2 changes to C2 plus C3. അപ്പോൾ 5 plus minus 2, 3. 2 plus minus 1, 1. Minus 11 plus 7, minus 4. Minus 33 plus 21, minus 12. ഇനി 1ന്റെ മുകളിലും താഴത്തും നമുക്ക് 0 ആക്കണം. അപ്പോൾ നമുക്ക് R1 മാറ്റണം, R3 മാറ്റണം, R4 മാറ്റണം. R1 മൈനസ്, R3 മൈനസ്, R4 മൈനസ്. R1 മൈനസ് R1ന്റെ ഫസ്റ്റ് റോന്റെ അവിടുത്തെ കോയിഫിഷ്യന്റ് 3. പിന്നെ 1 വരുന്ന റോ R2, മൈനസ് ഓഫ് മൈനസ് 4. R3 changes to R3 minus minus 4 R2. R4 changes to R4 minus minus 12 R2. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 4 നമുക്ക് പ്ലസ് 4 ഇടാം. അതേപോലെ മൈനസ് ഓഫ് മൈനസ് 12 പ്ലസ് 4 R2 R4 പ്ലസ് 12 R2. ദിസ് ഇസ് ഇക്വലന്റ് ടു, ഇവിടെ സെക്കൻഡ് റോ മാത്രമാണ് അൺചേഞ്ച്ഡ്, ബാക്കി എല്ലാത്തിലും നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് വരുത്തുന്നുണ്ട്. അപ്പോൾ 1 മൈനസ് 1 1. ഇനി R1 changes to R1 minus 3 R2. 1 minus 3 into 0, 1. 3 minus 3 into 1, 0. Minus 2 minus 3 into minus 1, 1. 6 minus 3 into 1, 3. ഇനി R3 changes to R3 plus 4 R2. 0 plus 4 into 0, 0. Minus 4 plus 4 into 1, 0. 7 plus 4 into minus 1, 3. Minus 13 plus 4 into 1, minus 9. ഇനി R4 changes to R4 plus 12 R2. 0 plus 12 into 0, 0. Minus 12 plus 12 into 1, 0. 21 plus 12 into minus 1, 9. Minus 45 plus 12 into 1, minus 33. അപ്പോൾ നമ്മൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ ആണ്. നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ വരെ പോയാൽ മതി. അപ്പോൾ therefore ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു, നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. 1 0 1 3, 0 1 minus 1 1, 0 0 3 minus 9, 0 0 9 minus 33. ഇനി ഞാൻ എക്സ്പാൻഡ് ചെയ്യണത് ഫസ്റ്റ് കോളത്തിന്റെ ഇത് വെച്ചിട്ടാണ്.
അപ്പോൾ 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1ന്റെ റോയും കോളവും കളഞ്ഞിട്ടുള്ള ബാക്കി 1 മൈനസ് 1 1 0 3 മൈനസ് 9 0 9 മൈനസ് 33. ഇനി ബാക്കിയെല്ലാം ഇൻറ്റു 0 ആണ്, അപ്പോൾ എല്ലാം 0 ആയിരിക്കും. അപ്പോൾ അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഈ 3/3യുടെ ഡിറ്റർമിനൻറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു വീണ്ടും ഞാൻ കോളം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്, ബാക്കി 3 മൈനസ് 9 9 മൈനസ് 33. ഇനി ഇതിൻ്റെ ബാക്കിയെല്ലാം 0 ആയിരിക്കും, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് 33 മൈനസ് 9 ഇൻറ്റു മൈനസ് 9 ഈക്വൽ ടു മൈനസ് 99 പ്ലസ് 81 ഈക്വൽ ടു മൈനസ് 18. രണ്ടും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് എപ്പോഴൊക്കെയാണ് ഒരു ഡിറ്റർമിനന്റ് കാണാൻ ഈ ട്രാൻസ്ഫോർമേഷൻസിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യേണ്ടത് അത് നോക്കാം. വെൻ ടു യൂസ് ദി ഐഡിയ ഓഫ് elementary transformations to find determinant. ആദ്യത്തത്, നമ്മൾക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ 3 അതിലും മുകളിലോ ആവുകയാണെങ്കിൽ, if the size of the matrix is 3 or above. അടുത്തത്, നമ്മളുടെ മെട്രിക്സിൽ എവിടെയും 0 വരുന്നില്ല. If there is no 0 in the given matrix. ഇനി 2 ഹോംവർക്ക് തരാം ഡിറ്റർമിനന്റ് കാണാൻ. ഹോംവർക്ക്: evaluate determinant of 1a square, 1b square, 1c square. രണ്ടാമത്തത്, ഡിറ്റർമിനന്റ് ഓഫ് 4 3 0 1, 9 7 2 3, 4 0 2 1 3 മൈനസ് 1 4 0. ആദ്യത്തേൻ്റെ ഉത്തരം വരിക a മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ എന്നാണ് ആദ്യത്തെ ഉത്തരം വരിക. രണ്ടാമത്തേൻ്റെ ഉത്തരം -36 എന്നാണ് വരിക. ഇവിടെ രണ്ടാമത്തേൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിക്കുകയാണ് നല്ലത്. കാരണം 0 ഉണ്ട്, പക്ഷേ നമുക്ക് ഒരു റോയിലോ ഒരു കോളത്തിലോ എടുക്കുകയാണെങ്കിലും ഒറ്റ 0 ഉള്ളൂ. അപ്പോൾ 4/4 ആണെങ്കിൽ മിനിമം 2 0 ഉണ്ടെങ്കിൽ മാത്രമേ സാധാ വഴി പോയാൽ മതി. അല്ല 3/3 ആയിരുന്നെങ്കിൽ ഒറ്റ 0 ഒക്കെയാണ്. 4/4 ആണെങ്കിൽ ഒരു റോയിലോ ഒരു കോളത്തിലോ 2 0 മിനിമം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ കൺവെൻഷണൽ വഴി പോവുക, അല്ലെങ്കിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിക്കുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.